2026 UDF ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തും. LDF ഗവൺമെൻറ് തകർത്തിട്ട കേരളത്തെ രക്ഷിക്കാൻ ഓരോ മേഖലകളിലും എന്തുണ്ട് എന്നുള്ള കൃത്യമായ പ്രായോഗികമായ പദ്ധതികളാണ്. ഞാൻ പറയുന്നത് അതിനൊരു മാനിഫെസ്റ്റോ എന്നതിനേക്കാൾ ഏറെ പുതിയ മാനങ്ങളുണ്ടാവും. ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ. അത് കൃത്യമായ പഠനങ്ങൾക്ക് വിധേയമായിട്ടാണ് ചെയ്യുന്നത്. നിരവധി വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി തയ്യാറാക്കുന്ന ഒരു വലിയ ഡോക്യുമെൻറ്റിൻ്റെ അവതരണം ജനുവരിയിൽ ചെയ്യണമെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ ബീസ് ഒന്നല്ല. ഫ്രീ ബീസ് ഇല്ല എന്ന് പറയുന്നു. ഫ്രീ ബീസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം അങ്ങനത്തെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം. ഏത് ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2-3 സ്കീമുകൾ പ്രഖ്യാപിച്ച് ഞാൻ അതൊന്നുമല്ല. കാരണം ചില മേഖലകളെ ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ വേണ്ടി വരും. അതല്ല, ഞാൻ അതില്ല എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ഞാൻ ഇതുവരെ വിശദമാക്കിയത് ആ തലത്തിലുള്ള ഒരു പരിപാടിയല്ല. ഞങ്ങൾക്ക് 80-85 സീറ്റിൽ ഒരു മേധാവിത്വം ഉണ്ടെന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിനേക്കാൾ തിളക്കമാർന്ന വിജയം നേടാൻ കഴിയും. 100 സീറ്റ് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് ആത്മവിശ്വാസം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനുവരി 15-20 ആകുന്നതിന് മുമ്പ് UDFിലെ ചർച്ചകൾ മുഴുവൻ തീർക്കും. സീറ്റ് ഷെയറിംഗ് കഴിയും? അല്ല, എല്ലാം കഴിയും. ജനുവരി 20 മുമ്പ് കഴിയും. പണ്ടൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഒരു നല്ല പഠനം ഞങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിനനുയോജ്യമായ തരത്തിൽ വിജയിക്കാൻ കഴിയാവുന്ന നല്ല സ്ഥാനാർത്ഥി, അതിൽ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും കൂടുതൽ പ്രാതിനിധ്യം